ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാല സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദർശ് കളിക്കളത്തിൽ ഇറക്കിയ മാളവികയുടെ ഡ്യൂട്ടി എൻ ജ്വല്ലറിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിനായിട്ട് പലപ്പോഴും ഡേവിഡുമായിട്ട് സംസാരിക്കുകയും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാവുകയാണ്. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ ഡേവിഡ് അല്ലെന്നുള്ള കാര്യം മാളവികയ്ക്കും അതുപോലെ ആദർശിനും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. എൻ ജ്വല്ലറിയുടെ ശരിക്കുള്ള MD ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാളവിക കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അയാൾ വെറും ഒരു ബിനാമി മാത്രമാണെന്നും അയാൾ ഇതിനു മുമ്പ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല, അയാൾക്ക് പരിചയം ബിസിനസ് മാത്രമാണെന്നും ബിസിനസ്സിൽ അയാൾ അയാളുടെ കഴിവ് തെളിയിച്ചതുകൊണ്ടാണ് അയാൾ ഇതുപോലൊരു ജ്വല്ലറിയിലെ ഈ സ്ഥാനത്ത് ഇരുത്തിയേക്കുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശം മാളവികയും മനസ്സിലാക്കുന്നുണ്ട്. ഡേവിഡ് ഒരു സൂത്രശാലി ആയതുകൊണ്ട് തന്നെ മാളവികയുടെ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ വിട്ടുപറയാനും കൂട്ടാക്കുന്നില്ല. ഇതിനോടകം കുറച്ച് ഡിസൈൻസ് എല്ലാം മാളവിക അവർക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നിലുള്ള വിശ്വാസം നേടിയെടുക്കാനും പറ്റുന്നുണ്ട്. ആ ഒരു ബലത്തിൽ തന്നെ മാളവിക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനായിട്ട് നോക്കുകയാണ്. സാറാണല്ലോ ഇപ്പൊ എൻ ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരിക്കുന്നത്. സാറ് പിന്നെ എന്തിനാണ് ഞാൻ വരച്ച ഡിസൈൻസിലൊക്കെ അഭിപ്രായം വേറൊരാളോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവരിനി മികച്ച ഡിസൈനേഴ്സ് വല്ലതും ആണെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടായിരുന്നു, അവരോട് ഒരു നേരിട്ട് താങ്ക്സ് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മാളവിക ഒന്ന് എറിഞ്ഞു നോക്കിയാട്ടോ. ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, മാളവിക ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാഫാണ്. ഇനി വരാൻ പോകുന്ന വിഷുവിന് മാളവിക കളക്ഷൻസ് ആയിരിക്കും ടോപ്പിൽ നിൽക്കാൻ പോകുന്നത്. ഇത്രയും നാളും മൂർത്തിസ് ജ്വല്ലറിയിലെ നയന കളക്ഷൻസ് മേടിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇനി അങ്ങോട്ടേക്ക് മാളവിക കളക്ഷൻസ് ആയിരിക്കും മേടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. കമ്പനിക്ക് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കി തന്ന മാളവികയ്ക്ക് എന്തായാലും അതിന്റെ ക്രെഡിറ്റ് ഉണ്ടാവും. മാളവിക പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നൊക്കെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്. മാളവിക ചോദിക്കുന്നുണ്ട്, എന്നാലും അവരെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സർ. അതിൽ ലേഡീസ് ആണോ ജെന്റ്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, അതിൽ രണ്ടുപേരുമുണ്ട്. പക്ഷേ അത് ആരാന്ന് ഇപ്പൊ വെളിപ്പെടുത്താൻ കഴിയില്ല. മാളവികയ്ക്ക് അറിയാമല്ലോ, ഈ ഡിസൈനിങ്ങിലൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്റെ മുമ്പിൽ എല്ലാം ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഒരു അഭിപ്രായം ചോദിക്കുന്നത്. മാളവികയുടെ ഡിസൈൻസ് എല്ലാം തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എക്സലന്റ്, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ഇതൊക്കെ തന്നെയാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഞാനും അതിൽ സംതൃപ്തനാണ്, അത്രേ ഉള്ളൂ എന്നൊക്കെ തന്നെ പറഞ്ഞ് ഡേവിഡ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. മാളവികയ്ക്ക് അപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. ആദർശ് വിളിക്കുമ്പോഴും മാളവിക ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. സാറേ, ഡേവിഡിന് ഡിസൈനിങ്ങിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. എന്തില് ഈ ജ്വല്ലറി ഫീൽഡ് പോലും അയാൾക്ക് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാർ. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും അയാൾ അങ്ങോട്ടേക്ക് വിട്ടു പറയുന്നില്ല. എന്നാലും അയാളെ കൊണ്ട് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുന്നൊക്കെ തന്നെ മാളവിക പറയുകയാണ്. ആദർശ് ഉടനെ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണോ മാളവിക പറയുന്നത്? മാളവിക പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല സാർ ഉദ്ദേശിച്ചത്. നമ്മൾ ഇങ്ങനെ അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് പറയുകയാണ്. ഞാൻ അയാളെ ഒന്ന് ഫോളോ ചെയ്താലോ എന്നിങ്ങനെ ഓർക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അത് റിസ്ക് പിടിച്ച കാര്യമാണ്, സൂക്ഷിക്കണം. എന്റെ നിർദ്ദേശപ്രകാരമാണ് മാളവിക എൻ ജ്വല്ലറിയിലെ ഡിസൈനറായിട്ട് കയറിയെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു സംശയം ആയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അവിടെ നിലനിൽക്കുന്നത് വലിയ പാടായിരിക്കും. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. നമുക്ക് അയാളെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതെ ആയി പോകും എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. ഉടനെ മാളവിക പറയുന്നുണ്ട്, സാർ അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കേണ്ട. എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. അയാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും അയാൾ ഈ ഡിസൈൻസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവരാണ് ഈ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണേഴ്സ്. അതിൽ മെയിൽസ് മാത്രമല്ല ഫീമെയിൽസും ഉണ്ടെന്ന് അയാൾ പറഞ്ഞത്. അപ്പൊ പിന്നെ ഒരാൾ മാത്രമല്ല സാറേ, 2-3 പേരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നേ എന്നിങ്ങനെ മാളവിക പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ആണോ? എങ്കിൽ നമുക്ക് പണി കൂടുമല്ലോ. ഞാൻ വിചാരിച്ചത് ഡേവിഡിന്റെ പിന്നിലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാ. ഒരാളെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലേ എന്നിങ്ങനെ ആദർശ് ചോദിക്കാം കേട്ടോ. അപ്പൊ മാളവിക പറയുന്നുണ്ട്, അതെ സാർ, നമ്മൾ അത് മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുള്ളൂ എന്നൊക്കെ മാളവിക പറയുകയാണ്. എന്നാൽ മാളവികയുടെ യുക്തിക്ക് അനുസരിച്ച് മാളവിക എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാളവിക ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് ഡേവിഡുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. വിഷുവിന് ഓർണമെന്റ്സ് റെഡിയാക്കാനുള്ള കുറച്ച് ഡിസൈൻസും ഒക്കെ ആയിട്ട് ഡേവിഡിന്റെ അടുത്തേക്ക് മാളവിക വരികയാണ് കേട്ടോ. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു ബീച്ചിന്റെ സൈഡിലാണ്. ആ സമയത്ത് ഡേവിഡിന് ഈ ഡിസൈൻസ് എല്ലാം തന്നെ കാണിക്കുമ്പോൾ ഡേവിഡിന് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കണ്ണിൽ ഇതെല്ലാം എക്സലന്റ് ആണ്. എന്തായാലും മാളവികയുടെ ഡിസൈൻസ് എല്ലാം തന്നെ വളരെ നല്ല ഡിസൈൻസ് ആണ്. മൂർത്തിസ് ജ്വല്ലറിയിലെ നയന വരയ്ക്കുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഈ ഡിസൈൻസ് ഒക്കെ. ഇതിന് പ്രത്യേകിച്ച് അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മാളവികയുടെ എല്ലാ ഡിസൈൻസിലും അവർ സംതൃപ്തരാണ്. അവർ മാളവിക എന്ത് ഡിസൈൻ വരച്ചു കൊടുത്താലും അവർക്ക് അത് ഓക്കെ ആണ് എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പം മാളവിക ചോദിക്കുന്നുണ്ട്, സാർ അത് ആരാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ, അവരെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും
നേരിട്ട് കാണാം, പക്ഷെ അതിന് ഇതുവരെ സമയമായിട്ടില്ല. സമയമാകുമ്പം അവർ തന്നെ കമ്പനിയിലേക്ക് വരും, അന്നേരം കണ്ടാൽ മതി എന്നൊക്കെ പറയാട്ടോ ഡേവിഡ്. എന്നിട്ട് ഡേവിഡ് പറയുന്നുണ്ട്, മാളവിക എങ്കിൽ പൊക്കോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. അദ്ദേഹത്തെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. വിഷുവിന്റെ സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പം മാളവികയ്ക്ക് ഒരു ചെറിയ സംശയം ആവുന്നുണ്ട്. സാർ, എങ്കിൽ ഞാനും വരാം, എന്റെ ഡിസൈൻസ് അവരെയും കൂടെ കാണിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ഏയ് വേണ്ട വേണ്ട, മാളവിക എന്തായാലും പൊക്കോളൂ. ഈ ഡിസൈൻസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, എല്ലാം വളരെ മനോഹരമായ ഡിസൈൻസ് ആണ്. ഇനി ഇത് അവരെ കാണിക്കണമെന്നൊന്നുമില്ല, എല്ലാം ഫോട്ടോസ് എടുത്ത് എന്റെ ഫോണിലേക്ക് അയച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ കാണിച്ചോളാം. എന്തായാലും മാളവിക തിരിച്ച് കമ്പനിയിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കമ്പനിയിലേക്ക് വരാമെന്നും പറയുകയാണ് ഡേവിഡ്. അയാളുടെ ഈ ഒഴിഞ്ഞു മാറിയുള്ള സംസാരത്തിൽ മാളവികയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട്. അയാൾ അവിടുന്ന് പോയതിനു ശേഷം മാളവിക അയാളെ ഫോളോ ചെയ്ത് പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഡേവിഡിന്റെ കാറ് ചെന്ന് നിൽക്കുന്നത് ടൗണിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിലാണ് കേട്ടോ. കാറിൽ നിന്നിറങ്ങി അയാൾ റിസപ്ഷനിൽ ചെന്നിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവുകയാണ്. മാളവികയും അയാളെ പിന്തുടർന്ന് തന്നെ ആ ഹോട്ടലിലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എയിൻ ജ്വല്ലറിയുടെ MD ആണ് ഇപ്പൊ പോയ മിസ്റ്റർ ഡേവിഡ്. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്, അവിടുത്തെ ഡിസൈനറാണ് എന്ന് പറയുകയാണ് അവിടെ മാളവിക. അദ്ദേഹം ഏത് റൂമിലേക്കാണ് പോയെന്നൊന്ന് പറയാമോ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് എത്രാമത്തെ നിലയിലാണെന്നും ഏത് മുറിയാണെന്നും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് മാളവിക. ഇയാൾ ഇത് ആരെ കാണാനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ഇയാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ മാളവിക എന്തായാലും രണ്ടും കൽപ്പിച്ച് അയാളെ ഫോളോ ചെയ്യാനായിട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ താമസിക്കുന്ന മുറിയിലേക്കാണ് നമ്മുടെ ഡേവിഡ് ചെല്ലുന്നത്. ആ സമയത്ത് അവിടെ നമ്മുടെ അവന്തികയും ഉണ്ടായിരിക്കും. വിഷുവിന്റെ സെയിൽസിനെ കുറിച്ചും അതുപോലെ പുതിയ ബ്രാഞ്ചിന്റെ ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഡേവിഡ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഡേവിഡ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് കമ്പനിയിലെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും അവന്തികയ്ക്കും അതുപോലെ നാഗേന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തുകൊണ്ടും നയനേക്കാളും മികച്ച ഒരു ഡിസൈനറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവൾ വരയ്ക്കുന്ന ഡിസൈനേക്കാളൊക്കെ അതിമനോഹരമായ ഡിസൈനുകളാണ് അവൾ നമുക്ക് തന്നോണ്ടിരിക്കുന്നത്. ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ വിഷുവിനെ നമ്മൾ പൊളിച്ചെടുക്കും. മൂർത്തിസ് ജ്വല്ലറി തകർന്ന് 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്തേക്ക് പോകും. ഗൾഫിൽ മാത്രമല്ല ഇനി നാട്ടിലും നമ്മൾ തന്നെയായിരിക്കും ടോപ്പിൽ എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ മാളവിക റൂമിലേക്ക് വരുന്നുണ്ട്. പതിയെ ഡോറ് തുറന്ന് മാളവിക നോക്കുമ്പോഴേക്കും ഡേവിഡിനൊപ്പം നാഗേന്ദ്രനെയും അവന്തികയും കാണുന്നുണ്ട്. എത്ര നേരം ഇങ്ങനെ ഡോറിന് മുമ്പിൽ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും വിഷയമാകും. അതുകൊണ്ട് മാളവിക പെട്ടെന്ന് ഫോൺ ഓണാക്കി വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇയാൾ ഇത് ആരുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മാളവികയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവന്തികയെ കണ്ടപ്പോൾ തന്നെ മാളവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്തികയെ കണ്ട പാടെ തന്നെ മാളവിക ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ അവന്തികയല്ലേ, അബിയുടെ അനിയത്തി? ഇവളെ എന്തിനാ ഇയാൾ കാണാൻ വന്നേ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ മാളവിക. നാഗേന്ദ്രനോടൊപ്പം തന്നെ അവന്തികയും ഡേവിഡും സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ മാളവിക ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. എന്തായാലും ഇയാൾ ആരാന്നറിയില്ല, പക്ഷേ ഡേവിഡിനെയും അവന്തികയും എനിക്കറിയാം. പിന്നെ ഇയാൾ ആരായിരിക്കും? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇയാൾ തന്നെയായിരിക്കും ശരിക്കുള്ള എയിൻ ജ്വല്ലറിയുടെ MD. മറഞ്ഞിരുന്നോണ്ടാണല്ലേ ഇയാൾ മൂർത്തിസ് ജ്വല്ലറിയും അതുപോലെ അനന്തപുരി തറവാടിനെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളും മുത്തശ്ശനും തമ്മിൽ എന്ത് ശത്രുതയായിരിക്കും ഉണ്ടായിരിക്കുക? ഇയാൾ ഇനി മനഃപൂർവ്വം ആദർശ് സാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ആ സമയത്ത് ഡേവിഡും നാഗേന്ദ്രനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അനന്തമൂർത്തി ഇപ്പം പഞ്ചപുച്ഛമടക്കി ഇരിക്കുക. അനന്തമൂർത്തിയുടെ പ്രശസ്തിയും പ്രതാപവും എല്ലാം ഇപ്പൊ അടങ്ങി. ഇപ്പൊ അയാൾ ഒരു സാധാരണ കിളവനായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ആദർശധീരനായ മൂത്ത കൊച്ചുമോനെ അയാൾ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടില്ലേ? അയാളുടെ 2ാമത്തെ കൊച്ചുമകനായ അനിയ ഇപ്പൊ അയാൾ MD കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അവൻ ഈ പറയത്തക്ക വലിയ കഴിവും പ്രാപ്തിയൊന്നും ഇല്ലെന്നേ. അവൻ ഏതു നേരവും ആ നന്ദുവിന്റെ പിന്നാലെയാ. ആദർശ് എങ്ങനെയെങ്കിലും തിരിച്ച് MD സ്ഥാനത്ത് വരണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ആ സ്ഥാനത്ത് തുടരണമെന്നൊന്നും അവൻ ഒരാഗ്രഹവും ഇല്ല. അവൻ അങ്ങനെ ഒരുത്തൻ, അവനൊരു പ്രേമവലയിൽ പെട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും കൂടെ ചിരിക്കാട്ടോ. ഈ സമയത്ത് തന്നെ വരുന്ന 1-ാം തീയതി അബിയെ പുതിയ ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സത്യങ്ങളും നമ്മുടെ മാളവിക ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ പാടെ തന്നെ ആ ബ്രാഞ്ചിന്റെ എല്ലാ ചുമതലകളും അബിയെ ഏൽപ്പിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നത്. അബിക്ക് ഇത്രയും വലിയൊരു ജോലി ഇവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അബി ഇവർ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് മാളവിക ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആദർശ് സാറിനെ ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. ഇവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാ മൂർത്തിസ് ജ്വല്ലറി തകർക്കാൻ നോക്കുന്നത്. അവന്തിക പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആ മാളവിക വരയ്ക്കുന്ന ഡിസൈൻസ് ഒക്കെ അതിമനോഹരം തന്നെ. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഡിസൈൻസ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാ. എന്തു വന്നാലും മാളവിക ഇനി നമ്മുടെ കൂടെ തന്നെ നിർത്തിക്കോണം. നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഇതുപോലെയുള്ള സ്റ്റാഫുകളെ ആവശ്യം. എങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ടോപ്പിൽ തന്നെ നിൽക്കുമെന്നൊക്കെ അവന്തിക പറയുക കേട്ടോ. ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, അതേക്കുറിച്ച് ഞാൻ മാളവികയോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആരും കൊടുക്കാത്ത സാലറി ഇപ്പം നമ്മൾ വെച്ച് നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ തട്ടിക്കളഞ്ഞിട്ട് മാളവിക എങ്ങും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി ഇവിടെ തന്നെ കാണൂന്നേ.
അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ പിടിച്ചു നിർത്താം എന്നൊക്കെ പറയുകയാണ് ഡേവിഡ്. അവന്തിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഉടനെ തന്നെ തറവാട്ടിലെ വേറൊരു പ്രശ്നം കൂടി നടക്കും. അഭിയേട്ടൻ 1-ാം തീയതി ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നവ്യേട്ടത്തെ വിളിച്ച് പറഞ്ഞല്ലോ. നവ്യേട്ടത്തെ ഇപ്പം അത് അഭിയേട്ടനെ അറിയിക്കുകയും ചെയ്തു. നവ്യേട്ടത്തെ ഇപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. എന്തായാലും ഈ വിവരം ബാക്കിയുള്ളവർ അറിയുമ്പോഴേക്കും ഒരു പൊട്ടിത്തെറി ഉറപ്പായിരിക്കും എന്നൊക്കെ അവന്തിക പറയുക. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, പൊട്ടിത്തെറിക്കട്ടെ മോളെ, ഇനി അങ്ങനെ ഒരുപാട് പൊട്ടിത്തെറികൾ ആ വീട്ടിലുണ്ടാകും. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കമ്പനി വീണ്ടും നഷ്ടത്തിലേക്ക് പോകുമ്പോഴേക്കുമേ അനിയെ മുത്തശ്ശിയുടെ അടുത്ത് പുറത്താക്കും. എന്നിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ തന്നെ MD കസേരയിൽ ഇരുത്താൻ നോക്കും. കമ്പനിയെ എങ്ങനെയെങ്കിലും താങ്ങി നിർത്താൻ, പഴയ രീതിക്ക് കൊണ്ടുവരാൻ അയാളെ കൊണ്ട് പറ്റും പോലെ എല്ലാം ചെയ്യും. ആ സമയത്ത് വളരെ പ്രഗത്ഭനായ ഒരാളെ നമ്മൾ തന്നെ അയാൾക്ക് മുമ്പിൽ എത്തിക്കും. അവസാനം അയാൾ മുഖേന തന്നെ അനന്തമൂർത്തിയും കുടുംബവും കടക്കണിയിലാകും. പിന്നീട് അവർക്ക് ഈ ജ്വല്ലറീസ് എല്ലാം വിൽക്കല്ലാതെ വേറൊരു മാർഗവുമില്ല. ആ സമയത്ത് അനന്തപുരി തറവാടും ജ്വല്ലറികളെല്ലാം തന്നെ എൻ്റെ പേരിലേക്ക് ആക്കും ഞാൻ. അയാളുടെ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കയ്യിലായിരിക്കും. അതെല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അതെല്ലാം ഇനി എൻ്റെ കാൽച്ചുവട്ടിലായിരിക്കും എന്നിങ്ങനെ അഹങ്കാരത്തോടെ പറയുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ. ഇത് കേട്ടിട്ട് അവന്തിക്ക് ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇയാളുടെ മനസ്സിലുള്ളത് ശത്രുതയല്ല, വൈരാഗ്യമാണല്ലോ. ഇയാളുടെ മനസ്സിൽ ഇന്നോ ഇന്നലെയോ കൂടിയ ബിസിനസിൻ്റെതായ ശത്രുതയൊന്നും അല്ലല്ലോ. ഇയാൾക്ക് മൂർത്തി മുത്തശ്ശനോടും കുടുംബത്തിനോടും എന്തോ മുൻവൈരാഗ്യം ഉള്ള പോലാണല്ലോ ഇയാളെ സംസാരിക്കുന്നത്. ശരിക്കും ഇയാൾ ആരായിരിക്കും? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, മൂർത്തി മുത്തശ്ശനെയും അത് നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് ഇത്. തിരശ്ശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞിരുന്ന് ആ കുടുംബം തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇയാളാണെന്നൊക്കെ തന്നെ മാളവിക ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡേവിഡ് പറയുന്നുണ്ട്, സാർ, മാളവിക്ക് എന്നെ ചെറിയ സംശയമുണ്ട്. ആ കുട്ടി ഇപ്പോൾ പലതവണയായിട്ട് ചോദിക്കുന്നു, MD കസേരയിൽ ഞാനിരിക്കുന്നതുകൊണ്ട് MD ഞാനല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ വരച്ച ഡിസൈൻസൊക്കെ സാറ് മറ്റുള്ളവരെ കാണിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കുന്നതെന്ന്. ഞാൻ 1-2 തവണ ആ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഈ ഡിസൈൻസിനെ കുറിച്ചൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ടാണ് എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് ഞാനിത് അയച്ചു കൊടുക്കുന്നത്. ശരിക്കും അവർ ഈ കമ്പനിയുടെ ഒരു ഭാഗം തന്നെയാണ്. അവരാണ് ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അത് അവൾ അത്രത്തോളം വിശ്വസിച്ചോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അന്നേരം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ പറഞ്ഞൊന്നും പറയുക കേട്ടോ. അപ്പോഴേക്കും ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ റിയൽ എസ്റ്റേറ്റും സ്റ്റോക്ക് മാർക്കറ്റിങ്ങും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്മാൻ അല്ലേടോ താൻ. തനിക്ക് എങ്ങനെ ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും? പിന്നെ ബിസിനസ്സിൽ വിജയിച്ച ഒരാളാണ് താൻ. അതുകൊണ്ടാണ് തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത്. ഇവിടെ എനിക്ക് മുന്നിൽ നിന്ന് തിരിച്ചടിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് തന്നെ മുൻനിർത്തി ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ മാളവിക. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും മേലെ വമ്പൻ സ്രാവുകൾ തന്നെയാണ് പിന്നാമ്പുറത്ത് കളിക്കുന്നതെന്ന് അറിയുമ്പോഴേക്കും മാളവിക ആകെ അമ്പരന്ന് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആദർശ് സാറിനെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കണം. ഇത്രയും നാളും നമ്മൾ കാത്തിരുന്ന ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഇയാളാണെന്ന് എനിക്ക് ആദർശ് സാറിനോട് പറയണം. ആദർശ് സാറ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ മാളവിക ആദർശിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. മാളവിക എന്തായാലും ഡോർ തിരിച്ച് അടയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം അടയ്ക്കുമ്പം ചെറിയൊരു ശബ്ദം കേട്ട് ഇനി അവർ നോക്കിയാലോ എന്ന് ഓർത്തിട്ട് മാളവിക ഡോർ അടയ്ക്കാതെ തന്നെ പതിയെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. മാളവിക അവിടെ വന്നതും പോയതും ഒന്നും തന്നെ അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും വൈകാതെ തന്നെ ഫോണിലെടുത്ത വീഡിയോസും ഈ കാര്യങ്ങളും എല്ലാം കാണിക്കാനായിട്ട് ആദർശിൻ്റെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മാളവിക. ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് മാളവിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വളരെ ആകാംക്ഷയോടെ തന്നെ ആദർശും നയനയും എന്താണ് സന്തോഷ വാർത്ത എന്നറിയാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു സാർ, അവരെ ഞാൻ നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരമ്പരപ്പോടെ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, യഥാർത്ഥ MDയെ കണ്ടുപിടിച്ചോ? ആരാ അയാൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാളവിക എടുത്തിട്ടുണ്ടായിരുന്ന ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരെയും. എന്തായാലും മാളവിക കാട്ടിക്കൊടുത്ത വീഡിയോ കണ്ടിട്ട് അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. ഡേവിഡിനൊപ്പം നാഗേന്ദ്രനെ കാണുമ്പോഴേക്കും ആദർശം ഞെട്ടുന്നുണ്ടെങ്കിലും അവിടെ അവന്തികയെ കാണുമ്പോഴാണ് നയന ഞെട്ടിപ്പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരി തറവാട്ടിൽ നിന്നും മുത്തശ്ശൻ പുറത്താക്കിയ നാഗേന്ദ്രൻ ചെറിയച്ചനാണിത്. അപ്പോൾ ഇയാളായിരുന്നുവല്ലേ ഈ കളികൾക്കെല്ലാം പിന്നിൽ? ഇയാളായിരുന്നുവല്ലേ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ? എന്നെ എൻ്റെ മുത്തശ്ശനെ പലതവണ ഉപദ്രവിച്ചത് അപ്പോൾ ഇയാൾ തന്നെയായിരുന്നു അല്ലേ? മുത്തശ്ശനോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് ഇയാൾ മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയേക്കുന്നത്. അത് മാത്രമല്ല, അനന്തപുരി തറവാടും തകർത്തെറിയണമെന്ന് അയാൾ പറയുന്നതൊക്കെ വീഡിയോയിലുണ്ടല്ലോ. അതെല്ലാം കേട്ടിട്ട് നയനയ്ക്കും ആദർശനും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് നയന പറയുന്നത് അവന്തികയുടെ കാര്യമാണ്. അവന്തിക തിരിച്ച് നാട്ടിലെത്തിയ ശേഷം അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടെന്നും അവൾ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് എല്ലാവരെയും ധരിപ്പിച്ച് വെച്ചിരുന്നത്. എന്നാൽ അതൊന്നും സത്യമല്ല. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കാനാണ് അവന്തിക നോക്കുന്നതെന്നുള്ളത് ആ നിമിഷത്തിൽ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, സ്വന്തം അനീതിയെ പോലെയാണ് ഞാൻ അവളെ കണ്ടത്. അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അഭിയേക്കാൾ കൂടുതൽ ഞാനാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്ര നാളും അവൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ മുഴുവൻ നമ്മളോടുള്ള വൈരാഗ്യം മാത്രമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവളും അവളുടെ അച്ഛനും കൂടി ചേർന്നിട്ടാണ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തന്നെ താറുമാറാക്കാൻ നോക്കുന്നത്.
എന്തായാലും അവന്തിക ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇതെന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ആദർശ്. മാളവിക പറയുന്നുണ്ട്, സാർ ഇനിയിപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പം നമുക്ക് ഇത്രയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? നേരത്തെ ഈ ഡേവിഡിന് പിന്നിൽ ആരായിരുന്നു എന്ന് നമുക്കറിയില്ലായിരുന്നു. ഇപ്പം എന്തായാലും അങ്ങനെയാണോ? ഡേവിഡിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നും അവരുടെ പ്ലാൻ എന്താണെന്നും എല്ലാം നമുക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മളിവിടെ പൊരുതി തന്നെ നിൽക്കണം. ഇനി നമ്മളിവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മുടെ കമ്പനിക്കുണ്ടായ പേരും പ്രശസ്തിയൊക്കെ തിരികെ കൊണ്ടുവരണം. അങ്ങനെ ഇതിനെല്ലാം എങ്ങനെ പരിഹാരം കാണണം എന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിതിന് പരിഹാരം കണ്ടോളാം എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സന്തോഷ വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ മുത്തശ്ശനെ കാണാനായിട്ട് ആദർശ് തറവാട്ടിലേക്ക് എത്തുന്നുണ്ട്. വന്നതിന് ശേഷം ആദർശ് മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുകയാണ് കേട്ടോ. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഡേവിഡ് അല്ല എന്നും ഡേവിഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കളിയെല്ലാം കളിച്ചത് നാഗേന്ദ്രനാണെന്നും പറയുകയാണ്. നാഗേന്ദ്രന്റെ പേര് കേൾക്കുമ്പോൾ മുത്തശ്ശനൊരു ടെൻഷൻ ആവുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് പടിയിറക്കി വിട്ടവനാണല്ലോ ഇവൻ ഇത്ര നാളും എന്നോടുള്ള വൈരാഗ്യവും മനസ്സിൽ കൊണ്ട് നടന്ന് എന്നോട് പകരം വിട്ടാൽ നടക്കുകയായിരുന്നുവല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അത് മാത്രമല്ല അവന്തിക ഇത്ര നാളും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു. അവളിവിടെ നടക്കുന്ന എല്ലാ ന്യൂസും അവൾ അപ്പം അവളുടെ അച്ഛനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അയാൾ അത് മുഖേനയാണ് ഓരോരോ നീക്കങ്ങൾ നടത്തുന്നതും. അവന്തികയുടെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണെന്ന് പറയുകയാണ് ആദർശ്. എന്തായാലും അവന്തിക ഇതുപോലെ നമ്മളെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ. മുത്തശ്ശനും ഇത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഇതിനു മുമ്പും പലതവണ വീട്ടിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും അവിടെയൊക്കെ തളരാതെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കലി വന്ന മുത്തശ്ശൻ അവന്തികയെ പിടിച്ചിറക്കി ചോദ്യം ചെയ്യുകയാണ്. അവസാനം അവന്തികയുടെ മറുപടിയൊക്കെ കേൾക്കുമ്പോഴേക്കും അവന്തികയുടെ കരണം പുകച്ച് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇതുവരെ വീട്ടിലുള്ള സ്ത്രീകളുടെ മുഖത്ത് കൈവെക്കാത്ത ആളാണ് മുത്തശ്ശൻ. എന്നാൽ അവന്തികയുടെ ഈ ചതി ഓർത്ത് അന്ന് ആദ്യമായി മുത്തശ്ശൻ അവന്തികയുടെ കരണത്തെ തല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ AM ജ്വല്ലറിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഒരു ഡിസൈനറുണ്ട്. അവളാണ് ഈ രഹസ്യങ്ങളെല്ലാം ഇപ്പം എന്നെ അറിയിച്ചത്. നേരത്തെ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫാ. ദുബായിലേക്ക് എന്തോ ജോലി കിട്ടിയപ്പോഴേക്കും അവൾ ഇവിടെ ഉപേക്ഷിച്ച് ദുബായിലേക്ക് പോയതാ. ഇപ്പം നാട്ടില് മറ്റെന്തോ ആവശ്യത്തിനായിട്ട് വന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാനാണ് അവളോട് ഇങ്ങനൊരു സഹായം ചോദിച്ചത്. എന്തായാലും അവൾ എന്നെ സഹായിക്കുക തന്നെ ചെയ്തു. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാണെന്ന് തിരിച്ചറിയാൻ അവൾ എന്നെ സഹായിച്ചു എന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. കാരണം ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങ് അപ്സെറ്റായി നിൽക്കുകയാണ്. എന്തായാലും അനന്തപുരിയിൽ ഇതുപോലൊരു പൊട്ടിത്തെറി നടക്കുന്ന സമയത്തും അബിക്കും ജലജിക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ മനസ്സിൽ. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD സ്വന്തം അച്ഛനാണ്, സ്വന്തം ഭർത്താവാണ് എന്നൊക്കെ അറിയുമ്പോഴേക്കും അവർക്കത് ഭയങ്കര ഒരു ക്രെഡിറ്റ് പോലെയാണ്. ഞങ്ങളെ തള്ളിപ്പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്തല്ലേ. ഇത്രയും നാളും ഞങ്ങളൊരു അടിമയെപ്പോലെ ഇവിടെ കിടന്ന് അനുഭവിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം മനസ്സിലായില്ലേ, ദൈവം ചില സമയത്ത് ഞങ്ങളെയും സഹായിക്കും. അങ്ങനെ ഇതിനെ കണ്ടാൽ മതി എന്നൊക്കെ തന്നെ എല്ലാവരും പറയുകയാണ്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കുകയാണ്. ഇയാളും ഇയാളുടെ ബിനാമിയും കൂടി അന്ന് ആദർശനെ ദുബായിൽ വെച്ചിട്ട് ജയിലിലാക്കാൻ നോക്കി. അതും പോരാത്തതിന് ഇപ്പോഴത്തെ ഇവിടെ ഇങ്ങനൊരു ചതി കൂടി ചെയ്തു. മുംബൈയിൽ വെച്ചിട്ട് നടന്ന ആ ഒരു ഡീൽ ഇവർക്ക് കിട്ടാതെ പോയതും ഇവരുടെ കൈകൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയാണ് മുത്തശ്ശൻ അന്ന് ആദർശന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് ഉറക്കിപ്പിച്ചതിന് ശേഷമല്ല അവർ ആ ഡീല് സൈൻ ചെയ്തത്. എന്തായാലും അവർ കള്ളവും ചതിയിലൂടെയും വെട്ടിപ്പിടിച്ചെടുക്കുന്ന ഒന്നും തന്നെ അധികം നാൾ നിലനിൽക്കില്ല. അതൊക്കെ ഉയർന്നു പോകുന്നതിനേക്കാൾ സ്പീഡിൽ നിലം പതിക്കുക തന്നെ ചെയ്യുമെന്ന്. മുഖമടച്ച് താഴ്ചയിലേക്ക് പോകും. പിന്നെ അവർക്കൊരു റിക്കവറിങ് ഉണ്ടാവില്ല. അത് അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും. അവരെ സ്ട്രോങ് ആയിട്ട് തന്നെ പൂട്ടിയിരിക്കുന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. എന്തായാലും ഡേവിഡിന് ഈ സ്വർണ്ണ ബിസിനസ്സുമായി ഒരു ബന്ധമില്ലെന്നും അയാൾ റിയൽ എസ്റ്റേറ്റും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ചെയ്യുന്ന ബിസിനസ്മാൻ ആണെന്നും ഇയാൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡേവിഡ് മുന്നിൽ നിർത്തി കളിക്കുന്നതൊക്കെയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയാണ്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അവർ ചെയ്യുന്നതിനൊക്കെ അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്നൊക്കെയുള്ളത് മുത്തശ്ശൻ അറിയാം. മാളവിക പകർത്തിയ എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ട് തന്നെയാണ് ആദർശം നയനെയും ഒക്കെ കൂടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് കേൾക്കുമ്പം എനിക്ക് ഒരുപാട് സമാധാനമാകുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഈ MD കസേരയിൽ ഇരിക്കുന്നതും കാര്യങ്ങളുടെ എല്ലാം മേൽനോട്ടവും ഏറ്റെടുത്ത് അതൊക്കെ നടപ്പിലാക്കാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എല്ലാം മാനേജ് ചെയ്ത് പോകാൻ ആദർശേട്ടൻ എത്ര കഴിവ് എനിക്കില്ലാന്നും പറഞ്ഞ് ആദർശേട്ടൻ തിരികെ വന്ന ഉടനെ എല്ലാം ആദർശേട്ടനെ ഏൽപ്പിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ അനി. ഈ ഒരു സമയത്താണ് ഇതുപോലൊരു സന്തോഷ വാർത്ത കേൾക്കുന്നതും. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കള്ളക്കളികൾ പൊളിച്ചെടുക്കണം. ആദർശേട്ടനെയും മുത്തശ്ശനും നാണം കെടുത്താനും നമ്മുടെ അനന്തപുരം തറവാട് തകർക്കാനും നോക്കി അയാൾ ഇന്ന് ജീവനോട് ഉണ്ടാകാൻ പാടില്ല. അയാളെ വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കണം. അയാൾ കാരണം ഇതിനു മുമ്പും തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണല്ലോ മുത്തശ്ശൻ അയാളെ അടിച്ചിറക്കി വിട്ടത്. പിന്നെയും അയാൾ അവന്തികയെ ചാക്കിലാക്കി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല മുത്തശ്ശ. ഇപ്പോഴെങ്കിലും നമ്മൾ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. നന്ദുവിന്റെ സഹായത്തോടെ തന്നെ ആദർശ് മറ്റു പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്നും പറഞ്ഞ് അയാൾ ഒരുപാട് സ്വർണം ബൾക്കായിട്ട് ഇറക്കുന്നുണ്ടെന്നും പണിക്കൂലി ഒന്നുമില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിറ്റഴിക്കുന്നതിലും എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടാണ് നന്ദു ആ വഴിക്ക് അന്വേഷിക്കുന്നതും. ആ സമയത്താണ് നന്ദുവിന് കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാകുന്നത്. ഇയാളുടെ കയ്യിൽ കുറെ അധികം ഹവാല പണം ഉണ്ടെന്നും അതൊക്കെ അയാൾ വൈറ്റ് മണിയുമായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇയാൾ സ്വന്തമായി കെട്ടിപ്പടുത്ത സാമ്രാജ്യം അല്ല ഇതെന്നും
ചതിയിലൂടെയും വെട്ടിപ്പിലൂടെയും കൈപ്പറ്റി എടുത്തതാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ്റെയും അതുപോലെ തന്നെ ഡേവിഡിൻ്റെയും ഫുൾ ഹിസ്റ്ററി നമ്മുടെ നന്ദു തപ്പിയെടുക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാ പഴുതുകളും അടച്ച നന്ദു തന്നെ അവന്തികയും അതുപോലെ നാഗേന്ദ്രനെയും പൂട്ടുകയാണ്. ബൾക്കായിട്ട് സ്വർണം ഇറക്കുമതി ചെയ്തതിലും അതുപോലെ ടാക്സ് വെട്ടിപ്പൊക്കെ നടത്തിയതിൻ്റെ പേരിൽ തന്നെ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നന്ദു. അതുകൂടാതെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുതിച്ചുയർന്ന AM ജ്വല്ലറിയുടെ എല്ലാ പ്രശസ്തിയും അതോടുകൂടി തകിടം മറിയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് AM ജ്വല്ലറിയുടെ MD അറസ്റ്റിലായ വിവരം ലോകമെമ്പാടും അറിയുകയും AM ജ്വല്ലറി തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ പഴയ പേരും പ്രശസ്തിയൊക്കെ തിരിച്ചു കിട്ടുകയും മൂർത്തിസ് ജ്വല്ലറി വീണ്ടും നമ്പർ 1 ടോപ്പിലെത്തുകയും ചെയ്യുന്നുണ്ട്. ആദർശ് അങ്ങനെ മുത്തശ്ശന് കൊടുത്ത വാക്ക് പാലിച്ച് തിരിച്ച് അനന്തപുരിയിൽ എത്തുകയും വീണ്ടും അനന്തപുരി പഴയ പോലെ സന്തോഷത്തിലും സമാധാനത്തിലും ആവുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തറവാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ തറവാടിനെ തകർക്കാൻ നോക്കിയ അഭിയും അവന്തികയും ജലജയ്ക്കുമൊക്കെ മുത്തശ്ശൻ നല്ല മുട്ട പണി തന്നെ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോണ്ട് തന്നെ അവർ ഈ തറവാടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മേലിൽ ഈ അനന്തപുരി തറവാടിൻ്റെ പടി കടന്ന് പോകരുതെന്നും ഇനി നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവരെ ഇറക്കി വിടുകയാണ് കേട്ടോ. എന്നാൽ അവർക്ക് ജീവിക്കാനുള്ള വകയെല്ലാം കൊടുത്തോണ്ട് തന്നെയാണ് മുത്തശ്ശൻ ഇറക്കി വിടുന്നതും. എന്തൊക്കെ പറഞ്ഞാലും ജലജ കുഞ്ഞായിരുന്ന സമയത്ത് സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത് വളർത്തിയതല്ലേ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു മര്യാദ ജലജയോടും മക്കളോടും കാണിക്കുകയാണ്. അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കുന്ന നവ്യാണെങ്കിലും മുത്തശ്ശന്റെ മുമ്പിലും അതുപോലെ ആദർശിന്റെ നയനയുടെ മുമ്പിലൊക്കെ കൈകൂപ്പി മാപ്പാപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യയുടെ എല്ലാ കാര്യങ്ങളും നവ്യയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് മുത്തശ്ശൻ തന്നെ നവ്യയെ സംരക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ വീണ്ടും സന്തോഷത്തിന്റെ നാളുകൾ വന്ന് എത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.